എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ ഈ ട്രാക്ടറിൽ മറ്റേ ടാർപോളിൻ കെട്ടിക്കൊണ്ടുപോയി അറസ്റ്റിന്റെ വിഷ്വൽ മീഡിയക്കാർക്ക് കിട്ടാതിരിക്കാൻ. അങ്ങനെയാണ് നാട്ടുകാർ അറസ്റ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞത്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് കുറെ കൂടെ സീരിയസ് ആയിരുന്നു. പണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഒരുപാട്. അപ്പം അറസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നോട്ടാണ് ചേട്ടൻ, അല്ലാണ്ട് ഒരു വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ നടക്കുമ്പോ എങ്ങനെയാണ് ചേട്ടൻ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുക? നോർമലി ആൾക്കാരൊക്കെ പറയുന്നത് ഒരു ചോദ്യം ചോദിച്ച ഒരു അരമണിക്കൂർ നിർത്തി പൊരിക്കുന്നതാണ്. അങ്ങനെയാണോ? അങ്ങനെയാ വീട്ടിൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ കാര്യങ്ങളിൽ ആള് എപ്പോഴും ഒരു എന്താ പറയാ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൂടുതലും തീരുമാനിക്കുന്നത് ഞാനും രാഹുൽ ചേട്ടനും അമ്മയും ഒക്കെ കൂടി ചേർന്നിട്ടാണ്. പിന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ പോലും സംസാരിക്കുന്നത് കൂടുതലും ഞാനാണ്. ഞാൻ കൂടുതലും അതിനെപ്പറ്റി, കാരണം ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും. എനിക്ക് ഞാൻ പറയുന്ന പോയിന്റ് സ്ഥാപിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ചേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. ചേട്ടന് പറഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ എന്നോട്ടാണ് ചേട്ടൻ, അല്ലാണ്ട് ഒരു പിന്നെ ചേട്ടന്റെ അഭിപ്രായം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഞാൻ എത്ര തർക്കിച്ചാലും മാറ്റാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ അടുത്തിടയ്ക്കായിട്ട് ഞാൻ തർക്കിക്കാറില്ല. അതുകൊണ്ട് എത്ര നമ്മൾ തർക്കിച്ചാലും ചേട്ടന്റെ അഭിപ്രായം ഫൈനലി. ഇപ്പൊ ഈ വീട് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ജീസസ് ക്രൈസ്റ്റ്. ഇപ്പൊ ന്യൂസിലൊക്കെ ഒരുപാട് ചേട്ടനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതൊക്കെ കാണുമ്പോ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? സത്യമായിട്ട് അഭിമാനം തോന്നാറുണ്ട്. അഭിമാനം അത് കാണുമ്പോഴല്ല, ഞാൻ അങ്ങനെ കാണാൻ എനിക്ക് സമയം കിട്ടാറില്ല. ഒരു ചർച്ചയും കാണാം. ആദ്യ കാലത്തൊക്കെ എനിക്ക് ഓർമ്മയായിട്ട് ചർച്ച വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ചാനലും ഇടുകയൊക്കെ ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കാണാറൊന്നുമില്ല അങ്ങനെ. പക്ഷെ ഇതിന്റെ അഭിപ്രായങ്ങൾ ഇപ്പൊ ഞാൻ ഓഫീസിൽ പോകും, നമ്മളൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പം അവിടുന്ന് പലരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ, കട്ട സപ്പോർട്ടാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പം, ഇതുപോലെ പണ്ട് ശബരിമല വിഷയം വന്ന സമയത്തും ഒരുപാട് ജനങ്ങൾ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് ഇതിന് അനുഗ്രഹം കിട്ടും എന്നൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ, നമുക്കത് ഭയങ്കര വല്ലാത്തൊരു ശബരിമല വിഷയം കുറെ കൂടെ സീരിയസ് ആയി. അതായത് 4 സുപ്രീം കോടതി വെർഡിക്റ്റ് വന്നു. ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഞാൻ അടക്കമുള്ള കുറച്ചു പേരാണ് അതിന് ഫൈറ്റിന് ഇറങ്ങിയത്. അപ്പോ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ ഈ ട്രാക്ടറിൽ മറ്റേ ടാർപോളിൻ കെട്ടിക്കൊണ്ടുപോയി അറസ്റ്റിന്റെ വിഷ്വൽ മീഡിയക്കാർക്ക് കിട്ടാതിരിക്കാൻ. അപ്പോ ദീപ നമ്മുടെ കൊട്ടാരക്കര ജയിലിന്റെ വെളിയിൽ വന്നിട്ട് സംസാരിച്ചതാണ് ഈ 4 മില്യൺ 5 മില്യൺ വ്യൂസിലേക്ക് പോയത്. അങ്ങനെയാണ് നാട്ടുകാർ അറസ്റ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞത്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് കുറെ കൂടെ സീരിയസ് ആയിരുന്നു. ദീപ അന്ന് ടെക്നോ പാർക്കിൽ ഒരു കമ്പനി വർക്ക് ചെയ്യായിരുന്നു. ആരൊക്കെയോ അങ്ങോട്ട് എഴുത്തയച്ചു, ദീപയെ ജോലിയിൽ നിന്ന് പുറത്താക്കണം, കാര്യം സുപ്രീം കോടതി വിധിക്കെതിരെ ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സീരിയസ് ആയ ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ വർക്ക് ചെയ്യുന്ന വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ പറയുമ്പോ പോലും അവര് ഭയങ്കര റെസ്പെക്റ്റോടെ ആണ്. കാരണം എല്ലാവരുടെയും ഉള്ളില്, മെജോറിറ്റി ആളുകളുടെ ഉള്ളില് നമ്മൾ പറയുന്നതിൽ എന്തോ ഒരു സത്യം, ഒരു സെൻസ്. അതാണ് അവസാനം ജയിച്ചത്. ഈ 4 സുപ്രീം കോടതി വിധിന്യായം വന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരായിരുന്നു. മാധ്യമങ്ങൾ 99% എതിരായിരുന്നു. അവസാനം ഞങ്ങൾ വിജയിച്ചതിന്റെ കാരണം നമ്മൾ പറഞ്ഞതിൽ സത്യമുണ്ട് എന്നുള്ളത് 2008 ഞാൻ ജോലിയിൽ നിന്നൊക്കെ മാറി നിന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഫൈനാൻഷ്യൽ ട്രബിൾ കാര്യങ്ങൾ വരും. ജോലിയിൽ നിന്ന് മാറിയുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന 1-2 ചാനലുകളിൽ നിന്ന് മാറി നിന്നു. അപ്പൊ ആ രീതിയൊക്കെ വളരെ പോസിറ്റീവായി. പിന്നെ വന്നപ്പോ അതിനെക്കുറിച്ച് അതൊക്കെ ഒരു ഭയങ്കര നമുക്ക് നല്ലൊരു സന്തോഷവും അഭിമാനവും. ചേട്ടൻ അറസ്റ്റ് ആയി എന്നൊക്കെ കേൾക്കുമ്പോ ചേച്ചിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നേ? അയ്യോ, അത് ഭയങ്കര ടഫായിരുന്നു. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഫണ്ണീന്നോ അല്ലെങ്കിൽ എന്താ പറയാ, അതൊക്കെ ഒരു ഭയങ്കര ഫേസ് ഓഫ് ലൈഫ്, നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ പറയും. പക്ഷെ അന്നത്തെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ എന്റെ അമ്മോ, നമ്മള് കാരണം ജയിൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ പറയാ, മൃഗീയമായി ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന. അതാണ് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ചേട്ടന്റെ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശിയും ഞാനും കൂടെ മുറിയിൽ ഇരിക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ മുത്തശ്ശിയോട് ഞാൻ പറയുന്ന ഓർക്കുന്നുണ്ട്, മുത്തശ്ശി നീ രാഹുൽ എങ്ങാനും അവിടെ തറയിലൊക്കെ കിടക്കുമായിരിക്കും, ബെഡൊക്കെ ഉണ്ടാവും അവിടെ എന്നൊക്കെ ചോദിക്കും. മുത്തശ്ശി പാവ എന്റെ സെന്റിമെന്റ്സ് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ മുത്തശ്ശി പാവനോ അങ്ങനെ ഒന്നും ഓർക്കില്ല, സാരമില്ല. എന്നിട്ട് മുത്തശ്ശി നല്ല ധൈര്യം തരുമായിരുന്നു. മുത്തശ്ശി ഇന്ന് ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര സപ്പോർട്ട്. ആദ്യം അറസ്റ്റ് ചെയ്തത് ദേവികേന്ദ്രജനം, അമ്മയായിരുന്നു രണ്ടാമത് അറസ്റ്റ് ചെയ്തത് മല്ലികാംബൂതിരി. പക്ഷെ രണ്ടുപേരെയും പോലീസുകാര് വിട്ടു, സ്ത്രീകളായതുകൊണ്ട്. ഞങ്ങളെയാണ് അറസ്റ്റ് ചെയ്ത് കൊട്ടാരക്കരയാണ് ആദ്യം കൊണ്ടുപോയത്. അങ്ങനെ സിനിമയിൽ കാണുന്ന എന്താ അറിയോ, സിനിമയിൽ കാണുമ്പോൾ ജയിലിൽ കൊണ്ടിരിക്കും. അപ്പൊ അടുത്ത ദിവസം നോക്കുന്നുണ്ട് ഇടിച്ച മുഖം ഒന്നും നമ്മുടെ മനസ്സിൽ അതൊക്കെയല്ലേ എന്ന് വെച്ചാൽ ആൾക്കാർ ഉപദ്രവിക്കോ. പണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഒരുപാട്. അതെ, അത് അറസ്റ്റ് ചെയ്ത് നമ്മുടെ എന്തായിരുന്നു സെക്രട്ടറിയുടെ സൈഡിലുള്ള പോലീസ് സ്റ്റേഷനിൽ. അപ്പോഴാണ് ദീപ വിളിച്ചത്. അപ്പോഴാണ് ഞങ്ങൾക്ക് രസകരമായ അനുഭവം ഉണ്ടായത്. ദീപ വിളിച്ചിട്ട് പറഞ്ഞു, എവിടെയാ സംസാരിച്ചാലോ, അതായത് സംസാരിക്കാന്നൊക്കെ. ഞാൻ പറഞ്ഞു
കല്യാണത്തിന് മുമ്പോ? കല്യാണത്തിന് മുമ്പ് ഞാൻ വിളിക്കുന്നത് എന്റെ അമ്മയും അച്ഛനൊന്നും കാണാതെ ഒരു സമയം നോക്കി വിളിക്കുമ്പോഴത്തേക്കും ആളെന്റെ അടുത്ത് അമ്മ അച്ഛൻ വീട്ടിലില്ല, നമുക്ക് ഇപ്പൊ സംസാരിക്കാന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു TV കാണാം TV കാണാൻ പറ്റില്ല, ഇപ്പോഴാണ് ആളില്ലാതെ. അങ്ങനെയല്ല, TV കാണാം, എന്റെ അറസ്റ്റ് വന്നോണ്ടിരിക്കുകയാണ്. അത് കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ TV കാണണം, അമ്മ ഇപ്പൊ വരുമ്പോ നമുക്ക് സംസാരിക്കാം. പക്ഷെ പറയുന്നില്ല. അപ്പം അന്നും ഇതേപോലെ അറസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അറസ്റ്റ് ഇങ്ങനെ അയ്യോ അങ്ങനെയല്ല. അറസ്റ്റ് ചെയ്താ ഇത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എന്റെ ഒരു വിധി വന്നപ്പം അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഈ അടുത്തിടയ്ക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണിങ്ങനെയൊക്കെ കേക്കുണ്ട്, പോലീസ് തടഞ്ഞു എന്നൊക്കെ എന്റെ അമ്മ വിളിച്ചു പറഞ്ഞു. അറസ്റ്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, കാരണം എനിക്ക് ഈ ഓഫീസിലെ ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ അറിയാൻ എന്നെ ഒന്ന് അറിയിച്ചേക്കണമെന്ന് അങ്ങനെയൊക്കെ ഇപ്പൊ പറയാറുണ്ട്.